ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ബബബ ചിത്രത്തിൻ്റെ 18/12/2025 അതായത് ഇന്നത്തെ പ്രീസെയിലൂടെ ലഭിച്ച ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എത്രയും പെട്ടെന്നൊന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് 236 ഷോകളിൽ നിന്ന് 27,000-ന് മുകളിലുള്ള ആളുകളാണ് സിനിമ കാണാൻ കയറുന്നത്. 49 ലക്ഷം രൂപയോളം നേടുന്നു. 41% തിരുവനന്തപുരത്തെ ഒക്യുപ്പൻസി. കൊല്ലത്ത് 141 ഷോകളിൽ നിന്ന് 20,000-ന് മുകളിലുള്ള ആളുകൾ സിനിമ കാണാൻ കയറുമ്പോൾ 32.5 ലക്ഷം രൂപയോളം വരുന്നു. 50%-നടുത്താണ് തിയേറ്റർ ഒക്യുപ്പൻസി കൊല്ലത്ത് നേടിയിരിക്കുന്നത്. പത്തനംതിട്ട 44% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ, അതായത് 38 ഷോകളിൽ നിന്ന് 4,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 6,83,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴ 110ഓളം ഷോകളിൽ നിന്ന് 16,000-ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 25 ലക്ഷം രൂപ കടക്കുന്നു. 45% ഒക്യുപ്പൻസി. കോട്ടയത്ത് 132 ഷോകളിൽ നിന്ന് 20,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 30,80,000 രൂപയോളമാണ് കളക്ഷനായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതും 46% ഒക്യുപ്പൻസിയിൽ. ഇടുക്കിയിൽ 46 ഷോകളിൽ നിന്ന് 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8.5 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഗ്രോസായി വന്നിരിക്കുന്നത്. 40% ഒക്യുപ്പൻസി. ഇനി എറണാകുളം, ഏവരും ഉറ്റുനോക്കുന്ന എറണാകുളത്ത് 331 ഷോകളിൽ നിന്ന് 51,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 96 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതും 60% ഒക്യുപ്പൻസി. തൃശ്ശൂർ 293 ഷോകളിൽ നിന്ന് 36,500-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 55 ലക്ഷം രൂപയ്ക്കടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത്. 40%-നടുത്ത് ഒക്യുപ്പൻസി. തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട് 146 ഷോകളിൽ നിന്ന് 16,600-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22,50,000-ന് മുകളിലുള്ള കളക്ഷൻ വരികയും 40%-നടുത്തുള്ള ഒക്യുപ്പൻസി വരികയും ചെയ്തു. മലപ്പുറത്ത് 181ഓളം ഷോകൾ, 23,500-നടുത്തുള്ള ടിക്കറ്റുകൾ, 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ വരികയും 46% തിയേറ്റർ ഒക്യുപ്പൻസി വരികയും ചെയ്തു. കോഴിക്കോട് 184 ഷോകളിൽ നിന്ന് 26,000-നടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 42 ലക്ഷം രൂപയ്ക്കടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതും 53% ഒക്യുപ്പൻസി. വയനാട് 30 ഷോകളും, കണ്ണൂർ 139 ഷോകളും, കാസർഗോഡ് 35 ഷോകളുമാണ് സിനിമയ്ക്കുള്ളത്. വയനാട്ടിൽ നിന്ന് 3,500-നടുത്തുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ണൂരിൽ നിന്ന് 17,000-നടുത്തും കാസർഗോഡ് 4,000-നടുത്തുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു. വയനാട്ടിൽ നിന്ന് 4,49,000 രൂപ ലഭിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് 25 ലക്ഷം രൂപയ്ക്കടുത്ത് കളക്ഷൻ വന്നിരിക്കുന്നു. കാസർഗോഡ് നിന്ന് 5,93,000 രൂപ കളക്ഷൻ വന്നിരിക്കുന്നു. എല്ലായിടത്തും 45% ആവറേജ് ഒക്യുപ്പൻസിയും കാണാം. അതായത് കണ്ണൂർ 50%-നടുത്ത് എത്തിയിരിക്കുന്നു. ടോട്ടൽ 1,977 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,66,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 4,30,00,000 രൂപയ്ക്കടുത്ത്, അതായത് എക്സാക്ട് ഫിഗർ പറയുകയാണെങ്കിൽ 4,29,31,892 രൂപ സിനിമ പ്രീസെയിലൂടെ തന്നെ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭീകര റെക്കോർഡായിട്ട് തന്നെയാണ് പോകുന്നത്. തേർഡ് ബെസ്റ്റ് പ്രീസെയിലാണ് 2025 നടക്കുന്നത്. നമുക്കറിയാം ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതോടെ വേൾഡ് വൈഡായിട്ട് 6.5 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റിലീസിന് മുമ്പേ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിനം സിനിമ 15 തൊട്ട് 18 കോടിക്ക് ഇടയിലായിരിക്കാം. ഇനിയും ഹെവി പോസിറ്റീവൊക്കെ അടിച്ചാൽ ഒരുപക്ഷെ 25 കോടിക്ക് മുകളിലും പോകാനുള്ള ചാൻസുകളുണ്ട്. എന്തായാലും നല്ല ഒരു സിനിമയാകട്ടെ, വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വമ്പൻ ബഡ്ജറ്റിൽ വന്ന വമ്പൻ താരനിരകളോടെയുള്ള ഈ ഒരു ചിത്രം ഏവരും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏത് തിയേറ്ററിലാണ് പോകുന്നത് ഈ സിനിമ കാണാൻ? അതൊന്ന് കമൻസിലൂടെ പറയാം. ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സിനിമ കഴിയുമ്പോൾ, ഈ ഒരു സിനിമ തിയേറ്റർ വിടുമ്പോഴത്തേക്ക് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ ദിലീപ് ഫാൻസ് അടിച്ച് കയറി വാ.